ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഒരിക്കൽ കൂടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പിക്ചോറിയൽ വ്യൂ തന്നു കഴിഞ്ഞാൽ അതിനെ ഓർത്തോഗ്രാഫിക് വ്യൂവിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്, പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് ആണ് പഠിച്ചത്. അതെല്ലാം പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ എല്ലാ വശങ്ങളിലും കോണ്ടൂർസ് എല്ലാ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പ്രൊജക്ടേഴ്സ് ടുവേർഡ്സ് ദ പ്ലെയിൻസ്, വെർട്ടിക്കൽ പ്ലെയിനിലായിക്കോട്ടെ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിക്കോട്ടെ അങ്ങോട്ടേക്ക് വരയ്ക്കുന്ന പ്രൊജക്ടേഴ്സ് അങ്ങോട്ടേക്കോട്ട് പാരലായിരിക്കും. അതുകൂടാതെ തലങ്ങൾക്ക് വെർട്ടിക്കൽ പ്ലെയിനോ അല്ലെ ഹൊറിസോണ്ടൽ പ്ലെയിനോ പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്രൊജക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവുന്ന സമയത്താണ് ആ ടൈപ്പ് പ്രൊജക്ഷനെയാണ് പറയുക ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്. ആ പ്രൊജക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലൈൻസ് ആയിക്കോട്ടെ, പോയിന്റ്സ് ആയിക്കോട്ടെ, പ്ലെയിൻസ് ആയിക്കോട്ടെ, ഓരോ കോണ്ടൂറിൽ നിന്നും പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ പതിപ്പിക്കുക, ഒരു വശത്ത് നിന്ന് മറ്റൊരു തലത്തിലേക്ക് പതിപ്പിക്കുക. അതാണ് പഠിച്ചത്. അപ്പൊ ഇനി 3 ഡയമെൻഷണൽ വ്യൂസ് ഓർ പിക്ചോറിയൽ വ്യൂസ് ഓഫ് എനി ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒബ്ജക്റ്റിന്റെ 3 ഡയമെൻഷണൽ അല്ലെങ്കിൽ പിക്ചോറിയൽ വ്യൂ തന്നു കഴിഞ്ഞാൽ അതിന്റെ വിവിധ വശങ്ങളിൽ നിന്ന് നോക്കുന്ന വ്യൂസ് വരയ്ക്കാൻ പറയും. അതിനെ ഓർത്തോഗ്രാഫിക് വ്യൂസ് എന്നാണ് പറയുക. അതിൽ ഫ്രണ്ടിൽ കൂടി നോക്കുന്ന വ്യൂ, മുൻവശത്ത് കൂടി നോക്കുന്ന വ്യൂവിനെ ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ, ELEVATION, എലിവേഷൻ എന്ന് പറയുന്നു. മുകൾ ഭാഗത്തു നിന്ന് നോക്കുന്ന വ്യൂവിനെ ടോപ്പ് വ്യൂ ഓർ പ്ലാൻ എന്ന് പറയുന്നു. സൈഡിൽ കൂടി നോക്കുന്ന വ്യൂവിനെ സൈഡ് വ്യൂ എന്ന് പറയുന്നു. അത് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് നോക്കുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്നും, റൈറ്റ് സൈഡിൽ കൂടി കാണുന്ന വ്യൂവിനെ റൈറ്റ് സൈഡ് വ്യൂ എന്നുമാണ് പറയുക. അപ്പൊ ഇതെല്ലാം ഈ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുന്നു എന്നുള്ള അസംഷനിലാണ്. 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അങ്ങനെ 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. അതില് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം ഒബ്ജക്റ്റ് നിൽക്കുന്ന ആ അവസ്ഥയിൽ അതാണ് ഓർത്തോഗ്രാഫിക് വ്യൂ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ വ്യൂസ് വരയ്ക്കുന്ന ആ മെത്തേഡിനെയാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുക. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരം ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ അത് കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലും, ടോപ്പ് വ്യൂ കിട്ടുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുമാണ്. ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലും, ടോപ്പ് വ്യൂ കിട്ടുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുമാണ്. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിൻ നമുക്കറിയാം. ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ദിസ് ഇസ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ ഇവിടെ ഒരു വ്യൂ കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു വ്യൂ കിട്ടുകയാണെങ്കിൽ ഇവിടെയും വേറൊരു വ്യൂ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് വ്യൂ, ബിക്കോസ് വി ആർ വ്യൂവിംഗ് ഫ്രം ദിസ് സൈഡ്, ഫ്രണ്ട് വ്യൂ, ആൻഡ് ദിസ് ഇസ് ടോപ്പ് വ്യൂ, ടോപ്പിൽ കൂടി കാണുന്നത്. ഇത് റഫറൻസ് ലൈൻ XY. ഇനി നമ്മുടെ അസംഷൻ പ്രകാരം ഇത് 90 ഡിഗ്രിയിൽ തിരിക്കുന്നു. ഈ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗം നേരെ ഇവിടെ ആയിട്ട് വരും, ഇങ്ങനെയാകും. ഇങ്ങനെയാകുമ്പോൾ ഇവിടെ കിട്ടുന്ന വ്യൂ ഇതിന് നേരെ താഴെ, ഫ്രണ്ട് വ്യൂവിന് നേരെ താഴെ ആയിരിക്കും കിട്ടുക. That is, front view will be obtained above XY line and top view will be obtained below XY line. ഇത് നേരെ നേരെ ആയിരിക്കും കിട്ടുക. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ കൺസെപ്റ്റുകൾ. ഇനി ബോർഡിൽ 3 ഫിഗേഴ്സ്, I have drawn 3 objects. ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്, ഒരു ട്രയാങ്കുലർ ബ്ലോക്ക്, then ഒരു ആർക്ക് കട്ട് ചെയ്ത്, ഒരു റെക്ടാങ്കിൾ ബ്ലോക്കിൽ ആർക്ക് കട്ട് ചെയ്ത് മാറ്റിയ ഒരു ബ്ലോക്കാണ് അവിടെ വരച്ചിരിക്കുന്നത്. ഇനി 3 ഡയറക്ഷനിൽ ഈ ഒബ്ജക്റ്റിന്റെ ഫസ്റ്റ് ഫിഗർ, ഇത് ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ ആൻഡ് ദിസ് ഇസ് തേർഡ് ഫിഗർ.
when we are viewing this object in three directions, this is x direction, this is y direction or z direction എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ കൂടി നോക്കുന്നത് ഫ്രണ്ട് വ്യൂ, വൈ ഡയറക്ഷനിൽ സൈഡ് വ്യൂ, സെഡ് ഡയറക്ഷനിൽ ടോപ്പ് വ്യൂ. ഇനി എക്സ് ഡയറക്ഷനിൽ കൂടി നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ വി ക്യാൻ സി റെക്ടാംഗിൾ. അതിന്റെ ഡയമെൻഷൻ എന്തായിക്കോട്ടെ, റെക്ടാംഗിൾ. അത് എക്സ് വൈയിൽ നിന്ന് എത്ര ഉയരത്തിലാണെന്നുള്ളത് അത് നമ്മൾ പിന്നീട് കൺസിഡർ ചെയ്യും. ദെൻ അടുത്തത് നോക്കുന്നത് ടോപ്പിൽ കൂടി കാണുന്ന വേറൊരു റെക്ടാംഗിൾ ആണ്. പക്ഷെ അതിന്റെ സൈസ് വ്യത്യാസമുണ്ട്. അത് ദിസ് വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ഈ സൈഡിൽ കൂടി നോക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടി നോക്കുന്ന വ്യൂ, അത് ഇവിടെ ഒരു തലം ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും കിട്ടുക. അത് ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമ്മള് രണ്ട് തലങ്ങളാണ് പഠിച്ചത്. ഇത് എച്ച് പി, ഇത് വി പി. ഇവിടെ ഇങ്ങനെ ഒരു തലം കൂടി ഉണ്ടെങ്കിൽ അതിനെ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ AVP എന്നാണ് പറയുക. ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ, ഫസ്റ്റ് ക്വാർട്ടറിലാണ് നിൽക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടി നോക്കുന്ന വ്യൂ ഇവിടെ ആയിരിക്കും കിട്ടുക. ഈ രീതിയിലായിരിക്കും ലെഫ്റ്റ് സൈഡിൽ കൂടി കിട്ടുന്ന വ്യൂ. ഇവിടെ ഇങ്ങനെ പ്രൊജക്ടേഴ്സ് വരച്ചു കഴിയുമ്പോൾ ഇവിടെയാണ് കിട്ടുക ഒരു ചെറിയ റെക്ടാംഗിൾ. ഈ സൈഡിന്റെ റെക്ടാംഗിൾ ഏതാണോ അതായിരിക്കും അവിടെ കിട്ടുക. അതിന്റെ രീതിയിലാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ HP ഇങ്ങോട്ട് താഴോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടെയും കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്തിട്ട് താഴോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുകയാണ്. അത് ഇങ്ങോട്ട് ചേർക്കുന്നു. വെർട്ടിക്കൽ പ്ലെയിന് അനുകൂലമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി അങ്ങോട്ട് തിരിക്കുന്നു. ഈ ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. മറ്റത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡൗൺവേർഡ് തിരിച്ചെങ്കിൽ മറ്റത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ തിരിച്ചു. അപ്പൊ ഇവിടെ ആയിരിക്കും അത് കിട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഇവിടെ ആയിരിക്കും കിട്ടുക. അതായത് ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടിയോ അതിന്റെ സൈഡിൽ തന്നെ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടി നോക്കുന്ന വ്യൂ അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടി നോക്കുന്ന വ്യൂ ഒരു നിശ്ചിത അകലത്തില് ഇവിടെ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിന് ഒരു റെക്ടാംഗുലർ ബ്ലോക്ക്, ആ ബ്ലോക്കിനെ 3 വ്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദിസ് ഇസ് കോൾഡ് ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ. ELEVATION. This is top view or plan. This is top view or plan. This is left side view. ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പൊ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡില് എലിവേഷൻ XYക്ക് മുകളിലും പ്ലാൻ XYക്ക് താഴെയും, ലെഫ്റ്റ് സൈഡ് വ്യൂ എലിവേഷന്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കും. ലെഫ്റ്റ് സൈഡ് വ്യൂ എലിവേഷന്റെ റൈറ്റ് സൈഡിൽ. സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡ് വ്യൂ തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടെന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ, റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു തലത്തില് ഇമാജിനറി ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ഇവിടെ ആയിരിക്കും കിട്ടുക. ഇത് ഇങ്ങോട്ടായിരിക്കും തിരിക്കുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ആയിരിക്കും റൈറ്റ് സൈഡ് വ്യൂ കിട്ടുക. റൈറ്റ് സൈഡ് വ്യൂ വിൽ ബി ഒബ്റ്റൈൻഡ് ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് എലിവേഷൻ. ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ മനസ്സിലാക്കുക. എലിവേഷൻ വിൽ ബി ഓർ ഫ്രണ്ട് വ്യൂ വിൽ ബി ഒബ്റ്റൈൻഡ് എബവ് XY ലൈൻ. XY ലൈൻ റെഫറൻസ് ലൈനിന്റെ എബവ് ആണ് കിട്ടുക. Plan will be obtained just below elevation and below XY. എലിവേഷന്റെ നേരെ താഴെ, സൈഡിലോട്ട് അങ്ങോട്ടോട്ട് മാറാൻ പാടില്ല, നേരെ താഴെ. വേറെ സ്ഥലത്തേക്ക് മാറ്റി വരയ്ക്കാനും പാടില്ല. ഫ്രണ്ട് വ്യൂ വരച്ച് എവിടെയാണോ അതിന്റെ നേരെ താഴെ തന്നെ വേണം പ്ലാൻ വരയ്ക്കാൻ. ദെൻ ലെഫ്റ്റ് സൈഡ് വ്യൂ, അതിന്റെ സൈഡില് എലിവേഷന്റെ ഒരേ ലൈനിൽ, ഇത് ഒരേ ലൈനിലാണ്, ഒരേ മുകളിലോ താഴോട്ടോ മാറാൻ പാടില്ല. ഒരേ ലൈനിൽ തന്നെ എലിവേഷന്റെ വലത് ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടും. അത് കിട്ടുന്ന വിധമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്,
ഈ ബ്ലോക്ക് ഇവിടെ നിൽക്കുന്നു, ഫസ്റ്റ് ക്വാർട്ടറിൽ നിൽക്കുന്നു. ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനിൽ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്നത് പ്ലാൻ ആണ്, അത് നമ്മൾ വരച്ചു. ദെൻ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ y ഡയറക്ഷനിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ the view will be obtained on another vertical plane that is called auxiliary vertical plane. ആ auxiliary vertical plane കിട്ടും. horizontal plane clockwise ഡയറക്ഷനിൽ ഡൗൺവേർഡ് തിരിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ auxiliary vertical plane horizontal ഡയറക്ഷനിൽ 90 ഡിഗ്രി ആന്റി ക്ലോക്ക്വൈസ് തിരിക്കുന്നു. അപ്പം വെർട്ടിക്കൽ പ്ലെയിൻ അനുകൂലമായി, രണ്ടും വെർട്ടിക്കൽ പ്ലെയിന് അനുകൂലമായി. അപ്പൊ ഈ രീതിയിലായിരിക്കും കിട്ടുക. ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടോ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് മൂന്നും ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് അടച്ചു, ഇത് ഇങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കിട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് ഇസ് സൈഡ് വ്യൂ ആൻഡ് ദിസ് ഇസ് പ്ലാൻ. അതാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂ എലിവേഷന്റെ റൈറ്റ് സൈഡ് കിട്ടും, പ്ലാൻ എലിവേഷന്റെ താഴെ കിട്ടും. അതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ്. അതാണ് നമ്മൾ വരയ്ക്കുന്നതും ഫോളോ ചെയ്യുന്നതും. ഇനി നെക്സ്റ്റ് കേസിൽ നോക്കാം. രണ്ടാമത്തെ ഫിഗറില് ഒരു ട്രയാങ്കുലർ ബ്ലോക്ക് ആണ്. ട്രയാങ്കുലർ ബ്ലോക്ക് ഈസ് ഗിവൺ. ഇതാണ് ഇത് നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ കേസ് നോക്കാം. നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ട്രൂ ഷേപ്പ് ലെങ്ത് നമുക്കറിയില്ല. ട്രൂ ഷേപ്പ് കിട്ടുക ഇവിടെ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് പാരലൽ ടു, ഈ തലം എന്ന് പറയുന്നത് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ ആയിട്ട് തലത്തിന് സമാന്തരമായിട്ടാണ് ഈ ത്രികോണാകൃതിയിലുള്ള ആ ബ്ലോക്ക് നിൽക്കുന്നത്. പക്ഷെ ഈ തലം ഒരിക്കലും വെർട്ടിക്കൽ പ്ലെയിന് ഹൊറിസോണ്ടൽ അല്ല, ഇൻക്ലൈൻഡ് ആണ്. നമ്മൾ ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ദിസ് ഈസ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതും നമ്മൾ പ്ലെയിൻസ് പഠിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ അവിടെയാണ് ട്രൂ ഷേപ്പ് കിട്ടുക. ദെൻ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്തും ഈ ഭാഗത്ത് നോക്കുന്ന സമയത്തും വി വിൽ നോട്ട് ഗെറ്റ് ദ ട്രൂ ഷേപ്പ് ഓർ ട്രൂ ലെങ്ത് ഓഫ് ദാറ്റ് പ്ലെയിൻ. എന്ന് പറഞ്ഞാൽ ഈ തലം നോക്കുമ്പോൾ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനും അത് ഇൻക്ലൈൻഡ് ആണ്. സോ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പ്രകാരം XYക്ക് താഴെയാണ് പ്ലാൻ കിട്ടുക ഓർ ടോപ്പ് വ്യൂ കിട്ടുക. സോ ടോപ്പ് വ്യൂ ആദ്യം വരയ്ക്കുക, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ട്രൂ ഷേപ്പ് ഇൻ ദാറ്റ് ടോപ്പ് വ്യൂ. ട്രൂ ഷേപ്പ് കിട്ടുന്ന വ്യൂ ഏതാണോ അത് ആദ്യം വരയ്ക്കണം എന്നൊരു ജനറൽ റൂൾ ഉണ്ട്. സോ ഡ്രോ ദ ട്രൂ ഷേപ്പ്. ഈ ഷേപ്പിന്റെ സൈസ് തന്നിട്ടുണ്ടാവും, ആ ട്രൂ ഷേപ്പ് ആദ്യം വരയ്ക്കുന്നു. ദിസ് ഇസ് ദ ട്രൂ ഷേപ്പ്. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുക, ലൈൻസ് പ്രൊജക്ട് ചെയ്യുക. വി വിൽ ഗെറ്റ് എ റെക്ടാംഗിൾ ലൈക്ക് ദിസ്. ഇവിടെ നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ലൈൻസ് പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കിട്ടുന്നത്, ഇവിടെ നോക്കുമ്പോൾ ഒരു റെക്ടാംഗിൾ ആണ് കിട്ടുന്നത്. അതിന്റെ സൈസ് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ടോപ്പ് വ്യൂ വരച്ചിട്ട് അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്തത്. ഇനി ഇങ്ങോട്ടേക്ക് നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് വ്യൂ വേണം. അതും കിട്ടുക ഈ രീതിയിലാണ്, ചെറിയ റെക്ടാംഗിൾ ആയിരിക്കും. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുക. ഈ സൈസ് ആയിരിക്കും ഇവിടെ കിട്ടുന്ന, ഈ ഹൈറ്റ് ഇവിടെയും കിട്ടും. അപ്പൊ അത് വരയ്ക്കാനായിട്ട് നോക്കേണ്ടത് നമ്മൾ തുല്യ അകലത്തില് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, തുല്യമായ വർണ്ണത്തില് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഈ അകലം, ഈ അകലം, ഈ അകലം. അതെന്തിനാ വെച്ചാൽ ഭംഗി കിട്ടാനും അതിന്റെ ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഒരു ചരിഞ്ഞ ലൈൻ, 45 ഡിഗ്രി ചരിഞ്ഞ ഒരു ലൈൻ വരയ്ക്കണം. 45 ഡിഗ്രി ചരിഞ്ഞ ലൈൻ. എന്നിട്ട് ഇവിടെ നിന്ന് പ്രൊജക്ടേഴ്സ്, ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ്, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് ഇതിൽ മീറ്റ് ചെയ്യാനായിട്ട് വരയ്ക്കാം. ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ്, ആ പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് XYയിൽ ടച്ച് ചെയ്യാനായിട്ട് വരയ്ക്കാം. ദെൻ ഇവിടെ നിന്ന് നേരെ ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് നേരെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ആ ഫ്രണ്ട് വ്യൂവിലേക്ക് ഇവിടെ നിന്നുള്ള പ്രൊജക്ടേഴ്സ് മീറ്റ് ചെയ്യിക്കുക.
ആ പ്രൊജക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു റെക്ടാംഗിൾ കിട്ടും. അതൊന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ദിസ് വിൽ ബി ദി സൈഡ് വ്യൂ. അപ്പൊ ട്രയാങ്കുലർ ഷേപ്പുള്ള ഒരു ബ്ലോക്കിന്റെ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ നേരത്തെ വരച്ച പോലെ തന്നെ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ടോപ്പ് വ്യൂവിൽ നമുക്ക് വ്യത്യാസം അറിയാം, ഇത് ട്രയാങ്കുലർ ബ്ലോക്ക് ആണ് എന്നുള്ളത്. ഇപ്പൊ സൈഡ് വ്യൂ നോക്കിയാൽ രണ്ടും ഫ്രണ്ട് വ്യൂ സൈഡ് നോക്കിയാൽ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ ടോപ്പ് വ്യൂവിൽ നമുക്ക് വ്യത്യാസം അറിയാം. ഇനി അടുത്ത കേസിൽ നോക്കുക. അടുത്ത കേസിലാണെങ്കിലും മൂന്നാമത്തെ കേസില് ഇവിടെ XY ലൈൻ ഇവിടെ ഉണ്ട്. ഇവിടെയും ഈ തലവും ഹൊറിസോണ്ടൽ തലത്തിൽ വെർട്ടിക്കൽ പ്ലെയിനും ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനും പാരലൽ അല്ല, ഇത് മാത്രമാണ് പാരലൽ. സോ ട്രൂ ഷേപ്പ് കിട്ടുക പ്ലാനിലാണ്. അപ്പൊ പ്ലാനിൽ വരയ്ക്കുന്ന ട്രൂ ഷേപ്പ് ഇത് ഇങ്ങനെയായിരിക്കും കിട്ടുക. We will be obtaining like this. ഇനി ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്യും, മുകളിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കും. We will get a view like this. ഒരു റെക്ടാംഗിൾ തന്നെയായിരിക്കും കിട്ടുക. ഇതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന പോലെ തന്നെയായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ. പക്ഷെ ടോപ്പ് വ്യൂവിൽ വ്യത്യാസമുണ്ട്. നേരത്തെ വരച്ച പോലെ തന്നെ പ്രൊജക്ടേഴ്സ് വരച്ചു. ഇവിടെ 45 ഡിഗ്രി ഇൻക്ലൈൻ ലൈൻ വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് വരച്ചു. ഇവിടെ കൂട്ടി കിട്ടുന്ന ആ ലൈനാണ് അതിന്റെ സൈഡ് വ്യൂ. അപ്പോ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാം. 3 ഒബ്ജക്റ്റുകളാണ് ഞാൻ തന്നത്. അതിന്റെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും ടോപ്പ് വ്യൂവും വരുമ്പോൾ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും ഒരേപോലെയാണ്, 3ന്റെയും ഒരേപോലെയാണ്. പക്ഷെ ടോപ്പ് വ്യൂവിൽ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഓക്കെ, ആ ഒരു വ്യത്യാസം ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കുമ്പോൾ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഒബ്ജക്റ്റുകളും പറഞ്ഞത്. ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് ഫിഗേഴ്സ്, ഒരു 4 ഫിഗേഴ്സ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. 3 എണ്ണം ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള തോന്നുന്നു നമുക്ക് വ്യൂസ് വരച്ചു കഴിയുമ്പോൾ. പക്ഷെ ഡിഫറെന്റ് ആണ്. ഒന്നില് ഒരു റെക്ടാംഗുലർ ബ്ലോക്കിന്റെ ഒരു കോർണർ ചാംഫർ ചെയ്തിരിക്കുന്നു. ചാംഫർ എന്ന് പറഞ്ഞാൽ ചെത്തിക്കളയുക, ചരിച്ച് വെട്ടുന്നതിനാണ്, ചരിച്ച് ചെത്തിക്കളയുന്നതിനാണ് ചാംഫറിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതില് ഒരു 90 ഡിഗ്രിയിൽ ഒരു പീസ്, ഒരു ആ റെക്ടാംഗുലർ ബ്ലോക്കിന് 90 ഡിഗ്രിയിൽ ഒരു പീസ് എടുത്തു കളഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ഫിഗറിൽ ഒരു റെക്ടാംഗുലർ ബ്ലോക്കില് ഒരു സർക്കുലർ ഷേപ്പില് ഒരു 1/4 സർക്കിളിന്റെ 4/1 ഭാഗം ആ മൂലയിൽ നിന്ന്, കോർണറിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഈ 3 സംഗതിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാലാമത്തെ ഫിഗറിൽ ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ആണ്. നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു മോഡലാണ്. അതില് ആദ്യത്തെ ഭാഗത്ത് നിന്ന്, ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ഒരു റെക്ടാംഗുലർ ആയിട്ടുള്ള ഒരു പീസ് എടുത്തു കളഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു പീസ് എടുത്തു കളഞ്ഞു. മൂന്നാമത്തെ ഭാഗത്ത് നിന്ന് ഒരു സെമി സർക്കുലർ ഷേപ്പില് ഒരു പീസ് എടുത്തു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ 4 ബ്ലോക്കുകളാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി 3 ഡയറക്ഷനിൽ ഫസ്റ്റ് ഫിഗർ, ദിസ് ഈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ദിസ് ഈസ് ഫോർത്ത് ഫിഗർ. കൺസിഡർ ഫസ്റ്റ് ഫിഗർ. ഫസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ ദിസ് ഈസ് എക്സ് ഡയറക്ഷൻ, ദിസ് ഇസ് വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ, വൈ ഡയറക്ഷനിൽ കൂടി നോക്കുമ്പോൾ സൈഡ് വ്യൂ, സെഡ് ഡയറക്ഷനിൽ ടോപ്പ് വ്യൂ. നൗ ആസ് യൂഷ്വൽ XY ലൈൻ, റഫറൻസ് ലൈൻ നമ്മൾ വരച്ചു. ഇനി ഫ്രണ്ടിൽ കൂടി നോക്കുന്ന വ്യൂ, ഫ്രണ്ടിൽ കൂടി നോക്കുമ്പോൾ ഇതിന്റെ ഈ ഷേപ്പിന്റെ മാത്രമേ നമുക്ക് അളവ് കിട്ടുള്ളൂ. ഇവിടെ നോക്കുമ്പോഴും അളവ് കറക്റ്റ് കിട്ടില്ല. സോ ഫസ്റ്റ് ഡ്രോ ദ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിൽ നമുക്ക് ഇതിന്റെ എല്ലാം അളവ് കൃത്യമായിട്ട് കിട്ടുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ ഇവിടെ ഒരു തലം ഉണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ തലം ഉണ്ടെങ്കിൽ ഇത് പാരലാണ്. ഇവിടെയും പാരലാണ്, ഇത്രയും ഭാഗം മാത്രം. പക്ഷെ ഇത് ഈ പ്ലെയിൻ അതിന് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ അവിടെ ട്രൂ ഷേപ്പ് കിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ അളവ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ഇതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നത്
ഈ രീതിയിലായിരിക്കും. Top view will be obtained like this. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആയതുകൊണ്ട് ട്രൂ ഷേപ്പ് കിട്ടും. ഇനി ഇതിൽ നിന്ന് ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ടേഴ്സ് കിട്ടാനായിട്ട് ഫ്രണ്ട് വ്യൂയിലേക്ക് ആ XY ലൈനിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കണം. മുകളിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. എല്ലാ പോയിന്റിൽ നിന്നും ഇവിടെ നിന്നും പ്രൊജക്ടേഴ്സ് വരച്ചു. ഇനി ഇതിന്റെ തിക്നെസ് തന്നിട്ടുണ്ടാവും. ആ തിക്നെസ്സിൽ ഇത് ഈ ലൈൻ ജോയിൻ ചെയ്യുക. ജോയിൻ ദ ലൈൻ. അതിന്റെ തിക്നെസ് എത്രയാണോ അത്രയും ഹൈറ്റിലും അത് മാർക്ക് ചെയ്യുക. ആ റെക്ടാംഗിൾ കംപ്ലീറ്റ് ചെയ്യുക. റെക്ടാംഗിൾ കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ? അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ ഒരു റെക്ടാംഗിൾ ആണ് ഇത് കാണുന്നത്. ഈ ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള റെക്ടാംഗിൾ, ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന റെക്ടാംഗിളിന്റെ ചെറിയൊരു ഭാഗം മാത്രം, അതായത് ഷ്രിങ്ക് ചെയ്ത ചുരുക്കിയ നീളം കുറഞ്ഞ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഈ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എക്സ് ഡയറക്ഷൻ നോക്കുമ്പോൾ കാണുള്ളൂ. അതാണ് ഈ ഭാഗം. പക്ഷെ അതിന്റെ നീളം നമുക്ക് അറിയില്ല. അതുകൊണ്ട് ടോപ്പ് വ്യൂവിൽ നിന്ന് ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്ന ടോപ്പ് വ്യൂ, ഡാർക്ക് വ്യൂവിൽ കളർ കാണിച്ചതാണ് ടോപ്പ് വ്യൂ. അതിൽ നിന്ന് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എലിവേഷൻ. എലിവേഷന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത് ആണ്. ഈ ലെങ്ത് നമുക്കറിയാം, പക്ഷെ ഇതറിയില്ല. ഈ ടോട്ടൽ ലെങ്ത് ആയിരിക്കും എലിവേഷന്റെ ലെങ്ത്. തിക്നെസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആയിരിക്കും. അത് തന്നെ അതേപോലെ തന്നെ ആയിരിക്കും ഇതിന്റെയും വിഡ്ത്. ഈ വിഡ്ത് ആയിരിക്കും ഇവിടെ, ഈ വിഡ്ത് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇതെല്ലാം ഇവിടെ കിട്ടുന്നതെല്ലാം അവിടെ അളവുകളുണ്ടാവും. അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഷോർട്ടൻഡ് ആയിട്ടുള്ള റെക്ടാംഗിളിന്റെ ഷേപ്പ്, ആ ലെങ്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പ്രൊജക്ട് ചെയ്തു. ഇനി സൈഡ് വ്യൂ കിട്ടാനായിട്ട് സൈഡ് വ്യൂവിന്റെ ഇവിടെ നോക്കുമ്പോ ഈ ഒരു റെക്ടാംഗിളും ഇവിടെ ഒരു റെക്ടാംഗിൾ ആണ് കിട്ടുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. അത് കഴിയുന്നതും ഈ അകലം തുല്യമായിട്ട് വരയ്ക്കുക. അതിൽ നിന്ന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിലേക്ക് ഇവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു. പ്രൊജക്ടേഴ്സ് വരച്ചു. ഇനി അത് മുകളിലേക്ക് വരയ്ക്കുന്നു. XY യിൽ നിന്നും മുകളിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് ഇങ്ങോട്ട് വരച്ചു. ഇതും ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് ഇവിടെയും വരച്ചു. ഇത് മീറ്റ് ചെയ്യിക്കാനായിട്ട് ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്തു. അപ്പൊ അവിടെ ഒരു ഷേപ്പ് കിട്ടി. എന്നിട്ട് അത് നന്നായിട്ട് വരയ്ക്കുക. തിൻ ലൈൻസ് ആണ് നമ്മൾ വരച്ചത്. കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആയിരുന്നു. അത് കണ്ടിന്യൂസ് തിക്ക് ആക്കുക. കണ്ടോ? ഇപ്പൊ നമുക്കിവിടെ കിട്ടിയത് ഈ ഒരു ഭാഗം, ഇത് ഈ റെക്ടാംഗിള്, ഇവിടെ കാണുന്നത് ചെറിയ റെക്ടാംഗിള്. അപ്പൊ ആ രീതിയിലാണ് ദിസ് ഈസ് എലിവേഷൻ. ബ്ലാക്ക് ലൈനിൽ ഇത് പ്ലാൻ, ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ. ആ രീതിയിലാണ്. അപ്പൊ ഫ്രണ്ട് വ്യൂവിന്റെ നേർ താഴെയാണ് പ്ലാൻ കിട്ടുക. XY ലൈനിന് താഴെയായിട്ട് ഫ്രണ്ട് വ്യൂവിന് റൈറ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഫിഗർ എക്സ്പ്ലെയിൻ. സെക്കൻഡ് ഫിഗർ നോക്കുമ്പോ XY ലൈൻ. ദിസ് ഇസ് XY ലൈൻ. ഇനി ഇതിന്റെ കേസിൽ നമുക്ക് ട്രൂ ഷേപ്പ് ഇതെല്ലാം പാരലാണ്. ഈ തരം പാരലാണ്, ഇത് പാരലാണ്, ഇതെല്ലാം പാരലാണ്, ഇവിടെ പാരലാണ്. അപ്പൊ ഇതിൽ നിന്ന് അളവുകൾ കിട്ടും. അപ്പൊ ഇതിന്റെ ഈ റെക്ടാംഗിളുടെ സൈസ് അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ടോട്ടൽ ലെങ്ത് പറഞ്ഞാൽ ഈ ഇതിന്റെ ലെങ്ത്. അപ്പൊ ആ സൈസില്
ഒരു ലൈൻ വരയ്ക്കുക, ആ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ടാവും, ആ ലൈൻ അവിടെ വരച്ചു, ഇവിടെയും വരച്ചു, ഫുൾ ഒരു റെക്ടാംഗിൾ വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അല്ലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് തന്നിട്ടുണ്ടാവും. സോ മാർക്ക് ദാറ്റ് ഓൾസോ. അപ്പൊ ഈ ഭാഗത്ത് നോക്കുമ്പോ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ഇതേപോലെ കിട്ടുക. ഇവിടെ കിട്ടിയത് അതേപോലെ തന്നെയാണ്, ഇവിടെ കിട്ടിയതും നേരത്തെ അതേപോലെ തന്നെയാണ്, ആ ഷേപ്പിൽ തന്നെയാണ് ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. ഇനി ടോപ്പ് വ്യൂ നോക്കുക. ടോപ്പ് വ്യൂവില് താഴേക്ക്, ഇതിന് നേരെ താഴേക്ക് പ്രൊജക്ടേഴ്സ് ഇങ്ങനെ വരച്ചു, താഴേക്ക് നേരെ തിന്നായിട്ട് പ്രൊജക്ടേഴ്സ് വരച്ചു. ഈ ഹൊറിസോണ്ടൽ ലൈൻ, ഈ ലൈനാണ് നമ്മൾ ആദ്യം കാണുക. ദെൻ ഇങ്ങോട്ടുള്ള ലൈനാണിത്. ഇങ്ങോട്ടുള്ള ലൈൻ ഇവിടെ വരെയുള്ള നീളം ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ, ഈ ലൈൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ലൈൻ, അത് കഴിഞ്ഞിട്ട് ഇതാണ് ടോപ്പ് വ്യൂ വരിക. പക്ഷെ ഇത് വരയ്ക്കുമ്പോ നിങ്ങൾ ആദ്യമേ ഇതിന്റെ സൈസിൽ റെക്ടാംഗിൾ വരയ്ക്കണം. ഇതല്ല ആദ്യം വരയ്ക്കേണ്ടത്, ആദ്യമേ റെക്ടാംഗിൾ വരയ്ക്കണം. ഈ സൈസില് പ്രൊജക്ടേഴ്സ്, നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് പ്രൊജക്ടേഴ്സ് ഫുള്ളായിട്ട് പ്രൊജക്ടർ ലൈൻ വരച്ചിട്ട്, താഴേക്ക് പ്രൊജക്ടർ ലൈൻ വരച്ചിട്ട് തിൻ ലൈൻസ്, ഇതിന്റെ നീളം, ഈ വീതി, ആ രീതിയിൽ ഒരു റെക്ടാംഗിൾ, ഈ അകലം തുല്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു റെക്ടാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഈ ലെങ്ത്, ഈ വിഡ്ത്ത്, ഈ ലെങ്ത്തില് ഒരു റെക്ടാംഗിൾ കിട്ടും. ദെൻ ഈ അകലം ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്നുള്ള അകലം ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ജോയിൻ ചെയ്തിട്ട് അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക. അത് തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്ന ആ പ്രൊജക്ടർ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ, അതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും അത് തന്നെയായിരിക്കും. എന്നിട്ട് ഈ സംഗതി ഒന്നുകൂടി ക്ലീൻ ആയിട്ട് വരയ്ക്കുക. This will be the top view. നേരത്തെ കേസിൽ ടോപ്പ് വ്യൂവിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ ചരിഞ്ഞാണ് ഉണ്ടായിരുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് റെക്ടാംഗിൾ. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് മായ്ച്ചു കളയുക. ഓക്കെ, അത് ഫ്രണ്ട് വ്യൂവും കിട്ടി, ടോപ്പ് വ്യൂവും കിട്ടി. ഇനി സൈഡ് വ്യൂ കിട്ടാനായിട്ട് ഇവിടെ നിന്ന് നേരെ വരച്ചാൽ മതി. നേരത്തെ 45 ഡിഗ്രി ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങോട്ടേക്ക് ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് ഇങ്ങോട്ട് വരച്ചു, ഇവിടെയും ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് വരച്ചു. വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 45 ഡിഗ്രി ലൈൻ വരച്ചിട്ട് വേണം ചെയ്യാം. അതാണ് ഏറ്റവും ശരിയായ മെത്തേഡ്. ഇവിടെ നിന്ന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങോട്ടേക്ക് ലൈൻ പ്രൊജക്ട് ചെയ്തു, ഓരോ പോയിന്റിൽ നിന്ന് ഇവിടെ പ്രൊജക്ട് ചെയ്തു, ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തു, ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തു. ദെൻ ടോപ്പിലേക്ക് പ്രൊജക്ട് ചെയ്യുക. ഈ ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സിൽ മീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തു, ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തു, ഈ രീതിയിൽ പ്രൊജക്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു റെക്ടാംഗുലർ ഷേപ്പ് കിട്ടി. അതൊന്ന് ഫേം ആയിട്ട് വരയ്ക്കുക. കണ്ടോ? അപ്പോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ കണ്ടോ? ഇവിടെ നോക്കുമ്പോ ഇവിടെ ഒരു റെക്ടാംഗിൾ, ഈ ഒരു റെക്ടാംഗിൾ, ഇവിടെ റെക്ടാംഗിൾ, ഈ റെക്ടാംഗിൾ, അതാണ് സൈഡ് വ്യൂ കിട്ടുക. നേരത്തെ ഷേപ്പിൽ ഇവിടെ നോക്കുമ്പോ ഇങ്ങനെ തന്നെയാണ് റെക്ടാംഗിൾ കിട്ടിയത്. ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ഒരേപോലെ കിട്ടി. ബട്ട് ടോപ്പ് വ്യൂ വാസ് ഡിഫറെന്റ്. ടോപ്പ് വ്യൂവിൽ ഇവിടെ ഇങ്ങനെ ആയിരുന്നു, നിങ്ങളായിട്ട് ചാംഫറിങ് ആയിരുന്നു ഉണ്ടാകും. ഇവിടെ റെക്ടാംഗുലർ സ്ലോട്ട് ആണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ്. ഇനി തേർഡ് കേസിൽ വരികയാണെങ്കിൽ തേർഡ് കേസിലും ഇതേ വ്യത്യാസം വരും. But only thing is this will be like this. മൂന്നാമത്തെ കേസില് ഫ്രണ്ട് വ്യൂ, ഫ്രണ്ടിൽ നോക്കുന്ന വ്യൂ ഇങ്ങനെ തന്നെ വരും. ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇതാണ് വരിക.
സൈഡിൽ നിന്നുള്ള വ്യൂ ഇതായിരിക്കും വരിക. അപ്പൊ അതിലുള്ള വ്യത്യാസം ആദ്യമേ പ്ലാൻ ആണ് വരയ്ക്കുക. ബിക്കോസ് ഇവിടെ ഒരു ആർക്കുണ്ട്, ആർക്കുള്ള കാരണം നമ്മൾ ആദ്യം പ്ലാൻ വരയ്ക്കും. ഈ വ്യൂ മാത്രം വരയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ അകലം നമുക്കറിയാം, ഇങ്ങോട്ടുള്ള അകലം, ഈ ആർക്കിന്റെ റേഡിയസ് ഇതെല്ലാം തന്നിട്ടുണ്ടാവും. സോ ഫസ്റ്റ് വി വിൽ ഡ്രോ ദിസ് വ്യൂ. ഇവിടെ നിന്ന് മുകളിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കും. ഓരോ പോയിന്റിൽ നിന്നും പ്രൊജക്ടേഴ്സ് വരയ്ക്കുമ്പോൾ ഇവിടെ റെക്ടാംഗുലർ ഷേപ്പിന്റെ തിക്നെസ് ഇവിടെ തന്നിട്ടുണ്ടാവും. ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കും, ഈ വ്യൂ കിട്ടും. ഇത് എലിവേഷൻ, ഇത് പ്ലാൻ, ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ. എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ, പ്ലാൻ, ലെഫ്റ്റ് സൈഡ് വ്യൂ. ഈ മൂന്നാമത്തെ കേസിൽ വരുമ്പോ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷനും സൈഡ് വ്യൂവും ഒരേപോലെ തന്നെയാണ് മൂന്ന് ഫിഗേഴ്സിന്റെ. പക്ഷേ പ്ലാനില് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പൊ രണ്ട് വ്യൂ തന്നാല് മൂന്ന് വ്യൂ തന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എങ്ങനെ വരയ്ക്കും എന്നുള്ളതോട് തിരിച്ചു വരും. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇപ്പൊ ഒബ്ജക്റ്റ് 3 ഡയമെൻഷനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പിക്ചോറിയൽ വ്യൂ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓർത്തോഗ്രാഫിക് വ്യൂസ് എന്ന് പറഞ്ഞാൽ എലിവേഷൻ, പ്ലാൻ, സൈഡ് വ്യൂ വരയ്ക്കുന്ന മെത്തേഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാലാമത്തെ കേസ്, നാലാമത്തെ ഫിഗർ നോക്കുക. നാലാമത്തെ ഫിഗറിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ലോട്ട്, റെക്ടാംഗുലർ സ്ലോട്ട്, ഇവിടെ ട്രയാംഗുലർ സ്ലോട്ട്, ഇവിടെ ഒരു സർക്കുലർ സ്ലോട്ട്. മുകളിൽ നോക്കുമ്പോൾ അതേപോലെ കാണാം. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ലോട്ട്, ഈ റെക്ടാംഗിൾ മാത്രമേ ആദ്യം കാണുള്ളൂ. ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അതേപോലെ ട്രയാംഗുലർ സ്ലോട്ട് ഉണ്ടെന്ന് അവിടെ കാണില്ല. ഇവിടെ ഒരു സർക്കുലർ സ്ലോട്ട് ഉണ്ടെന്ന് കാണില്ല. ബിക്കോസ് ദിസ് ഇസ് എ സോളിഡ് ബ്ലോക്ക്. പക്ഷേ നമുക്ക് അവിടെ ഉണ്ടെന്ന് കാണിക്കുകയും വേണം. അതിനാണ് ഹിഡൻ ലൈൻസ്, ഡാഷ്ഡ് തിൻ ലൈൻസ്, ഡാഷ്ഡ് തിക്ക് ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഹിഡൻ ഒബ്ജക്റ്റുകൾ അല്ലെ ഹിഡൻ പാർട്ടുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ വരിക, ഈ രീതിയിലായിരിക്കും. ഫസ്റ്റ് ഈ റെക്ടാംഗിൾ ഷേപ്പ് അതേപോലെ വരയ്ക്കും. ഫസ്റ്റ് യു ഡ്രോ ദ സൈസ് ഓഫ് ദി റെക്ടാംഗിൾ, ദാറ്റ് ഈസ് ലെങ്ത് ഈസ് ഗിവൺ, തിക്നെസ് വിൽ ബി ഗിവൺ. അപ്പൊ ആ റെക്ടാംഗിൾ അതേപോലെ വരയ്ക്കുക. ഇനി ഈ അകലങ്ങളെല്ലാം തന്നിട്ടുണ്ടാവും. സോ ഇവിടെ എല്ലാം കാണുക, ഇവിടെ ഒരു ലൈൻ, സിമ്പിൾ ആയിട്ട് ഇതേപോലെ ലൈൻസ് മാത്രമേ കാണുള്ളൂ. ഇതേപോലെ ലൈൻസ് മാത്രമേ കാണുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ലൈനും ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ഈ രണ്ട് എഡ്ജസ് ആണ്. അടുത്തത് ഇത് ഈ ഒരു എഡ്ജ്, ഈ കോർണർ, ഈ ഒരു എഡ്ജ്, അത് മൂന്നുമാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രണ്ടിൽ കൂടി നോക്കുമ്പോൾ. ദെൻ ഈ ഒരു എഡ്ജും ആണ് ഈ ലൈൻ കാണുക, ഈ ഒരു എഡ്ജ് ഇത് കാണും. ഇനി ടോപ്പ് വ്യൂവിൽ വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂവിൽ we will get ടോപ്പ് വ്യൂവില് ഇങ്ങനെ ആയിരിക്കാണ്. ഇവിടെ ഒരു റെക്ടാംഗുലർ സ്ലോട്ട്, ഒരു ട്രയാംഗുലർ സ്ലോട്ട്, ഒരു സെമി സർക്കുലർ സ്ലോട്ട്. അപ്പൊ ഇതിന്റെ നേരെയാണ്, ഇതിന്റെ നേരെ അപ്പൊ ഈ പോയിന്റ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിന്റെ നേരെ ഇങ്ങനെ ആയിരിക്കാണ്. അതേസമയം സൈഡ് വ്യൂവിൽ കാണുക, സൈഡ് വ്യൂവില് ഈ ഒരു റെക്ടാംഗിൾ ഇങ്ങനെ കാണും, ഇവിടെ കാണുന്ന റെക്ടാംഗിൾ. പക്ഷെ ഈ ഡെപ്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, അത് ഹിഡൻ ആണ്. ബട്ട് അവിടെ ഒരു കാണിക്കേണ്ടത്, അവിടെ ഒരു ഡെപ്ത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഡോട്ടഡ് ലൈൻസ്, ഡാഷ്ഡ് തിൻ ലൈൻസ് അവിടെ വരച്ച് കാണിക്കണം. ഇതേ തിക്നെസ്സിൽ, ഈ തിക്നെസ് ആയിരിക്കും ഇവിടെ വരിക.
അപ്പൊ ഇങ്ങനെയായിരിക്കും ഇതിന്റെ എലിവേഷൻ, പ്ലാൻ, ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ വരിക. അപ്പൊ ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റിന്റെയും ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ്, എലിവേഷൻ എങ്ങനെയാണ്, പ്ലാൻ എങ്ങനെയാണ്, സൈഡ് വ്യൂ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫിഗേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി ഈ ഫിഗേഴ്സ് നോക്കുക. 4 ഫിഗേഴ്സ് അല്ലെങ്കിൽ 4 പിക്ചോറിയൽ വ്യൂ ഞാനിവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. 4ലും വ്യത്യസ്തമായിട്ടുള്ള കർവുകള് അല്ലെങ്കിൽ സ്ലോട്ടുകള്, ഹോളുകള് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഫിഗർ, ദിസ് ഇസ് ഫിഗർ 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3 ആൻഡ് ദിസ് ഇസ് 4. 4 ഫിഗേഴ്സ് ആണുള്ളത്, 4 പിക്ചേഴ്സ് ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് ഫിഗർ നോക്കുക. ഇതിനെ ഈ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ഷനിലൂടെ നമ്മൾ നോക്കുന്നു, ടോപ്പിൽ കൂടി നോക്കുന്നു. എന്തായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ വരിക? ഫസ്റ്റ് ഡ്രോ XY ലൈൻ. XY നമ്മളിത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിന് നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും, ഹൈറ്റ്, അതെല്ലാം അതിനുണ്ടാവും. അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് കിട്ടണമെന്ന് നോക്കാം. അപ്പൊ ഇത് റെക്ടാംഗിൾ, നമ്മൾ ആദ്യം ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. അതിന്റെ നീളം, പൊക്കം തന്നിട്ടുണ്ടാവും. ആ റെക്ടാംഗിൾ നമ്മൾ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് വരയ്ക്കുന്നു. XY ലൈനിൽ അല്പം അകത്തിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഫസ്റ്റ് ഈ റെക്ടാംഗിൾ വരച്ചു. ഇനി ഈ റെക്ടാംഗുലർ സ്ലോട്ട് ആണ് മുകളിലുള്ളത്. താഴെ ഒരു ട്രാപ്പിസോയിഡൽ സ്ലോട്ട് ആണുള്ളത്. അതിന്റെ അകലം, ഇവിടെ നിന്നുള്ള അകലം, ഈ സ്ലോട്ടിന്റെ വിഡ്ത് എല്ലാം തന്നിട്ടുണ്ടാവും. സോ അത് ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്തു. അതിന്റെ ഡെപ്ത് മാർക്ക് ചെയ്യുക. ഡെപ്തിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഇവിടെയും പെർപെൻഡിക്കുലർ ലൈൻ, ഇതിവിടെ വരച്ചു. അത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത മായ്ച്ചു കളയുക. അപ്പൊ അവിടെ റെക്ടാംഗുലർ സ്ലോട്ടായി. സിമിലർലി ഇവിടെ ഒരു ട്രാപ്പിസോയിഡൽ സ്ലോട്ട് ആണുള്ളത്. അതും മാർക്ക് ചെയ്തു. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. ദിസ് വിൽ ബി ദ ഫ്രണ്ട് വ്യൂ. ഇതായിരിക്കും ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ഈ എക്സ് ഡയറക്ഷനിൽ കാണുന്ന വ്യൂ. ഇനി പ്ലാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? പ്ലാൻ വരയ്ക്കുമ്പോൾ ഇതിന്റെ മുകളിൽ നോക്കുമ്പോൾ ഈ റെക്ടാംഗുലർ സ്ലോട്ട് അവിടെ ഒരു ലൈൻ സൈഡ് കാണുക. ഇവിടെ ഈ ട്രാപ്പിസോയിഡ് നമ്മൾ കാണില്ല, പക്ഷെ വി ഹാവ് ടു റെപ്രസെന്റ് ദാറ്റ് ഇൻ അവർ ഡ്രോയിങ്. പ്ലാനിൽ അത് കാണിക്കണം ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച്. സോ ഈ റെക്ടാംഗിൾ, ഇതിന്റെ വീതി ഉണ്ട്, ലെങ്ത് ഉണ്ട്, തന്നിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് ഇതിന്റെ നേരെ താഴെ തന്നെ ആയിട്ട് റെക്ടാംഗിൾ വരയ്ക്കുക. ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് വരച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. പ്രൊജക്ടേഴ്സ് വരച്ചിട്ട് അതിന്റെ വിഡ്ത് അനുസരിച്ച് ആ റെക്ടാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുക. വിഡ്ത് അനുസരിച്ച് റെക്ടാംഗിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഈ റെക്ടാംഗിളിലെ നേരെ താഴേക്ക്, ഇവിടെ നിന്ന് നേരെ താഴേക്ക് പ്രൊജക്ടേഴ്സ്, തിന്നായിട്ട് പ്രൊജക്ടേഴ്സ് വരച്ചു. ഇവിടെ കണ്ട, ഇവിടെ ഫേം ആയിട്ട് ലൈൻ. അതുപോലെ ഇവിടെ നിന്ന് തിന്നായിട്ട് വരച്ചു, ഫേം ലൈൻ. ഇതായിരിക്കും മുകളിൽ നിന്ന് കാണുന്ന ഈ സ്ലോട്ടിന്റെ ആ ഇത്. ഈ പ്രൊജക്ടേഴ്സ് ഇവിടെ വേണമെന്നില്ല. ഇനിയുള്ള ഇതിലൊക്കെ പ്രൊജക്ടേഴ്സ് വേണമെന്നില്ല. നേരെ താഴെ നമ്മൾ വരച്ചു കഴിഞ്ഞ ശേഷം ഇത് മായ്ച്ചു കളയാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ തിന്നായിട്ട് ഇത് ഈ പ്രൊജക്ടേഴ്സ് എല്ലായിടത്തും വരയ്ക്കുമ്പോൾ അത് വളരെ ക്രൗഡഡ് ആയിട്ടുണ്ടാവും, ഒരു അഭംഗിയാണ്. അതുകൊണ്ട് അത് വേണ്ട. അതിന് നേരെ താഴേക്ക് ലൈൻസ് വരച്ചാൽ മതി. ഇനി ഇവിടെ ട്രാപ്പിസോയിഡലിന്റെ ഈ എഡ്ജ്, ഈ താഴത്തെ എഡ്ജ് ഡോട്ടഡ് ലൈൻ ആണ്. ഡോട്ടഡ് ലൈൻ കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക. ഡോട്ടഡ് ലൈൻ വരച്ചു എന്ന് പറയാൻ നമ്മൾ കാണില്ല, വിസിബിൾ അല്ല. അതുപോലെ ഇവിടെയും ഈ എഡ്ജിന്റെ ഡോട്ടഡ് ലൈൻ വരച്ചു. കൂടാതെ ഇത് സ്ക്വയർ അല്ല റെക്ടാംഗിൾ അല്ല, ട്രാപ്പിസോഡ് ആണ്. ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, അത് കൂടി കാണിക്കണം. സോ അതിന്റെ നേരെ താഴെയായിട്ട് ഡോട്ടഡ് ലൈൻസ്.
ഇവിടെയും ടോട്ടൽ ലൈൻസ്. ഇതായിരിക്കും ഇതിന്റെ ടോപ്പ് വ്യൂ ഓർ പ്ലാൻ. അപ്പൊ മുകളിൽ നോക്കുമ്പോൾ വിസിബിൾ അല്ലാത്ത ഒരു സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ പറഞ്ഞത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നേരെ വിസിബിൾ ആയിട്ടുള്ള ഒരു റെക്ടാംഗുലർ സ്ലോട്ട് ആണെങ്കിൽ ഈ രീതിയിൽ വരും. താഴെ ഒരു ട്രാപ്പിസോഡൽ സ്ലോട്ട് ആണെങ്കിൽ ഈ രീതിയിൽ രണ്ട് ഡാഷ്ഡ് വരും എന്ന് പറഞ്ഞാൽ ഇവിടെയും എഡ്ജ് ഉണ്ട്, ഇവിടെ എഡ്ജ് ഉണ്ട്. അത് നമ്മളെ അകലങ്ങളും തന്നിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കുക. രണ്ടാമത്തെ ഫിഗറിലാണെങ്കിൽ ഇവിടെ എക്സ് വൈ ലൈൻ, രണ്ടാമത്തെ ഫിഗറിലെ എക്സ് വൈ ഞാൻ നീട്ടി വരച്ചു. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ ഇതുപോലെ റെക്ടാംഗിൾ, മുകളിൽ റെക്ടാംഗിൾ വരയ്ക്കുന്നു. അതിന്റെ നീളം, ഹൈറ്റ്, പൊക്കം ഒക്കെ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനില് അല്ലെങ്കിൽ ഫിഗറിൽ തന്നിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് ആ റെക്ടാംഗിൾ, ഇത്രയും റെക്ടാംഗിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഇവിടെ ആർക്കാണ് വരുന്നത്. ഇതൊരു ആർക്കാണ്, സെമി സർക്കിൾ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ സെന്റർ ലൈൻ ഹൊറിസോണ്ടൽ സെന്റർ ലൈനും വെർട്ടിക്കൽ സെന്റർ ലൈനും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ വെർട്ടിക്കൽ സെന്റർ ലൈനിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ടാവും. സോ മാർക്ക് ഇറ്റ് ആസ്, തന്നിരിക്കുന്ന പോലെ ആ സെന്റർ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ. അതേപോലെ ഈ വി ഷേപ്പ്, ഇവിടെ നിന്ന് ഈ എഡ്ജിലേക്കുള്ള ദൂരം, ഈ വിയുടെ ഷേപ്പ്, ഡെപ്ത് എല്ലാം തന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തു. ഡെപ്ത് തന്നിരിക്കുന്ന ഡെപ്ത്, ആ ഹൈറ്റ് നമ്മൾ അളവെടുത്തിട്ട് ആ ഡെപ്ത് മാർക്ക് ചെയ്യും. ഈ ഡെപ്ത് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ ഡയമെൻഷൻ തന്നിട്ടുണ്ടാവും, ഡെപ്ത് എത്രയാണെന്നുള്ളത് അത് മാർക്ക് ചെയ്യാം. ഇനി കോമ്പസില് ഇതിന്റെ റേഡിയസ് തന്നിട്ടുണ്ടാവും. ആർ ഇത്ര അല്ലെങ്കിൽ R10, R20 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. സോ ടേക്ക് റേഡിയസ് ഇൻ കോമ്പസ് റേഡിയസ് അതെടുത്തിട്ട് ഇവിടെ സെന്റർ ആക്കിക്കൊണ്ട് ഈ ആർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഈ വി ഷേപ്പിന്റെ പൊസിഷൻ നമുക്ക് കിട്ടി. അത് കംപ്ലീറ്റ് ചെയ്യാം ലൈക്ക് ദിസ്. വി ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് ആവശ്യമില്ലാത്ത ലൈൻസ് മായ്ച്ചു കളയാം. സോ വി വിൽ ഗെറ്റ് ദ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതെല്ലാം റെക്ടാംഗിൾസ് ആയിട്ടാണ് കിട്ടുക. സോ അതിന്റെ റെക്ടാംഗിൾ സൈസ്, ഈ വിഡ്ത്ത്, ഈ ലെങ്തില് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഇതിന് നേരെ താഴെ ആയിരിക്കണം, അതായത് ഈ എഡ്ജിന് നേരെ താഴെ ആയിരിക്കണം ഇത് വരേണ്ടത്. ഓക്കെ. ഈ എഡ്ജിന് നേരെ താഴെ ഇവിടത്തെ എഡ്ജ് വരണം. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഔട്ടർ എഡ്ജസ് ആയി. ഇനി ഈ കർവ് ആണെങ്കിലും വി ആണെങ്കിലും എങ്ങനെയാണ് കാണുന്നത് നോക്കുക. കർവിന്റെ നേരെ താഴേക്ക് ഇവിടെ നേരെ പിടിച്ചിട്ട് ഇവിടെ കണ്ടോ ഒരു സ്ട്രൈറ്റ് ലൈൻ. അടുത്തത് ഈ കർവിന്റെ എഡ്ജ്, സ്ട്രൈറ്റ് ലൈൻ. ആ സെന്റർ ലൈൻ ഇവിടെ വരച്ചിടുക. ഇത് കർവാണ് എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെ സർക്കിൾ എന്നുള്ളതിലേക്ക് വരുമ്പോ ആ സെന്റർ ലൈൻ വരച്ചിടുക. ഇനി ഈ വി ഷേപ്പിന്റെ വരുന്നത് രണ്ട് എഡ്ജസിന്റെ താഴെ നേരെ താഴേക്ക് കണ്ടോ, ഇവിടെയും വരും, ഇവിടെയും വരും. കൂടാതെ ഇതൊരു ഷാർപ്പ് എഡ്ജാണ്. അവിടെയും സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, ഇവിടെ ഒരു ലൈൻ പോലെ കാണും. അതിന്റെ നേരെ താഴെ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ. ഇത് എക്സ് ഡയറക്ഷനിൽ ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. അപ്പൊ എക്സ് വൈക്ക് മുകളില് ഫ്രണ്ട് വ്യൂ, താഴെ ടോപ്പ് വ്യൂ ഓർ പ്ലാൻ. ഈ അകലം തുല്യമായി വരാനായിട്ട് ശ്രദ്ധിക്കണം. എക്സ് വൈ നന്നായിട്ട് തെളിച്ചു വരയ്ക്കാണ്. ഈ അകലം ഒരു 25 മില്ലിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെയും 25 മില്ലിമീറ്റർ ഉണ്ടായിരിക്കണം. എക്സ് വൈയിൽ നിന്ന് എലിവേഷനിലേക്കുള്ള അകലവും പ്ലാനിലേക്കുള്ള അകലവും. ദിസ് ഈസ് എലിവേഷൻ, ദിസ് ഈസ് പ്ലാൻ. ഈ കേസിലും ഇവിടെ ദിസ് ഈസ് എലിവേഷൻ,
ദിസ് ഇസ് പ്ലാൻ. അപ്പൊ രണ്ട് ഫിഗേഴ്സിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ഫിഗേഴ്സ്. എക്സ് വൈ ലൈൻ, കോമൺ ആയിട്ടുള്ള എക്സ് വൈ ലൈൻ ഞാൻ അവിടെ വരച്ചു. ഇപ്പൊ രണ്ട് ഫിഗേഴ്സ് വരച്ചുകൊണ്ടാണ് കോമൺ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം വരയ്ക്കുമ്പോൾ ഓരോന്നായിരിക്കും. അതിന് എക്സ് വൈ മാത്രം തിന്നായിട്ട് വരയ്ക്കുന്നു. എക്സ് വൈ ലൈൻ, എക്സ് വൈ. ഫസ്റ്റ് കേസ് നോക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു റെക്ടാംഗിൾ ആണ് കാണുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളില്, ഈ സോളിഡ് പീസിന്റെ ഉള്ളില് ത്രൂ ആയിട്ട് ഹോൾസ് ഉണ്ട്. ഒരു സ്ക്വയർ ഹോള്, ഒരു സർക്കുലർ ഹോള്, ഒരു റെക്ടാംഗുലർ ഹോൾ. അത് കൂടി നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണിക്കേണ്ടി വരും. അത് ഡോട്ടഡ് ലൈൻസ് ആയിരിക്കും കാണിക്കേണ്ടത്. പക്ഷെ അതിന്റെ ട്രൂ ഷേപ്പ് നമുക്ക് കിട്ടുന്നില്ല. സോ അതെങ്ങനെയാ ചെയ്യുന്ന വെച്ചാൽ, ഇത് ട്രൂ ഷേപ്പ് ഹോൾ എന്താണെന്നുള്ളത് കിട്ടാനായിട്ട് പ്ലാനിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്താൽ മതി. പക്ഷെ ഇതിന്റെ ഹൈറ്റ്, ലെങ്ത്, വിഡ്ത് എല്ലാം തന്നിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഡ്രോ ദ എലിവേഷൻ. എലിവേഷൻ മാത്രം ആദ്യം വരയ്ക്ക് വെച്ചു. ഫ്രണ്ട് വ്യൂ, അതിന്റെ ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ മാത്രം വരയ്ക്കുക. നൗ ഡോട്ടർ ലൈൻസ് വരയ്ക്കുന്നതിന് മുൻപ് പ്ലാൻ വരയ്ക്കുക. പ്ലാനിന്റെ സൈസ് ഇത് നേരെ താഴെ പ്ലാന്റെ ഈ വിഡ്ത് അറിയാം, ലെങ്ത് ഇത് തന്നെ. ഇതിങ്ങനെ ഇത് വരച്ചു. അപ്പൊ ഇതിന്റെ ഔട്ടർ എഡ്ജസ് മാത്രം വരച്ചു. ഇനി ഈ സ്ക്വയർ ആയിട്ടുള്ള ആ ഹോളിന്റെ ഈ എഡ്ജിലേക്കുള്ള അകലം, ഇതിന്റെ സൈസ് എല്ലാം തന്നിട്ടുണ്ടാവും. കൂടാതെ ഇത് സെന്ററിലാണുള്ളത്. അപ്പൊ ആ സെന്റർ ലൈൻ നമ്മൾ വരയ്ക്കണം. ഞാൻ ആ സെന്റർ ലൈൻ വരയ്ക്കുന്നു. സെന്റർ ലൈൻ വരച്ചു. ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ ആ സ്ക്വയറിന്റെ സൈസ് തന്നിരിക്കുന്ന അനുസരിച്ച് സ്ക്വയറിന്റെ സൈസ് നമ്മളിവിടെ അനുസരിച്ചിട്ട് ആ സ്ക്വയർ വരയ്ക്കുക. ഈ സർക്കിളിന്റെ സെന്ററിലേക്കുള്ള അകലം, ഈ എഡ്ജിൽ നിന്നുള്ള അകലം അവിടെ തന്നിട്ടുണ്ടാവും. അവിടെ ഒരു സെന്റർ ലൈൻ ആവശ്യമുണ്ട്. സോ ഡ്രോ ദ സെന്റർ ലൈൻ ഓൾസോ. അവിടെ കോമ്പസ് കൊണ്ട് തന്നിരിക്കുന്ന റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ എടുത്തുകൊണ്ട് സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അതായത് ഇനി ഇവിടെ റെക്ടാംഗുലർ സ്ലോട്ട് ആണ്. അപ്പൊ അതിന്റെ വിഡ്ത് കുറവാണ്, ലെങ്ത് ഇതേപോലെ തന്നെയാണ്. സോ അതും അവിടെ കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ? അപ്പൊ ഇത്രയും നമ്മൾ ടോപ്പിൽ നോക്കുമ്പോൾ ഉള്ള ആ ഷേപ്പുകൾ, സർക്കുലർ ഷേപ്പ്, റെക്ടാംഗുലർ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, ഹോളുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, അവിടെ വരച്ചു. ഇനി അതിൽ നിന്ന് മുകളിലേക്ക് ലൈൻസ് പ്രൊജക്ട് ചെയ്താൽ മതി. അപ്പൊ പ്രൊജക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ അറ്റം മുതൽ അങ്ങേറ്റം വരെ വരയ്ക്കേണ്ട. ഇതിന് നേരെയായിട്ട് ഡോട്ടഡ് ലൈൻസ് ആണ് വേണ്ടത്. ഡാഷ്ഡ് തിക്ക് ലൈൻസ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻവിസിബിൾ. വിസിബിൾ ആയിട്ടുള്ള പാർട്ടല്ല, അത് ഇൻവിസിബിൾ ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡാഷ്ഡ് തിൻ ലൈൻസ് ഓർ ഡാഷ്ഡ് തിക്ക് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മൾ ലൈൻസ് പറയുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ ദിസ് മാനർ. അപ്പൊ ഇവിടെ ഇതിന്റെ സെന്റർ ലൈൻ കൂടി കംപ്ലീറ്റ് ചെയ്യണം. സെന്റർ ലൈൻ ഇവിടെ വരെ. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഫ്രണ്ട് വ്യൂ. ഈ രണ്ട് ഡാഷ്ഡ് ലൈൻസും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്ക്വയറിന്റെ ആ വിഡ്ത്തിനെയാണ്. ഈ രണ്ട് ഡാഷ് ലൈൻ ഈ സർക്കുലർ ഹോളിന്റെ ആ ഡയമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ രണ്ട് ഡാഷ് ലൈൻ ഈ റെക്ടാംഗുലർ ഹോളിന്റെ സ്ലോട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഈ ഒബ്ജക്റ്റ് നോക്കുക. ഈ ഒബ്ജക്റ്റില് ഇവിടെ ഒരു സർക്കുലർ ഓർ കർവ്ഡ് ഷേപ്പുള്ള ഒരു പ്രത്യേക ഭാഗം ഫുൾ ലെങ്തിലല്ല, കുറച്ച് ഭാഗം മാത്രം എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെങ്ങനെയാണ് വരുന്നത്? 2-3 വ്യൂസും നമുക്ക് വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ ഇവിടെ വരണം, ടോപ്പ് വ്യൂ ഇവിടെ വരണം, സൈഡ് വ്യൂ കൂടി വേണം. അപ്പൊ അതെങ്ങനെയാ വരണം നോക്കാം.
അപ്പൊ സൈഡ് വ്യൂ ഇത് റൈറ്റ് സൈഡ് വ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലാണ്, എലിവേഷന്റെ ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡ് വ്യൂ വരിക. എലിവേഷന്റെ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ വരിക. അത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ ഒരു പ്രത്യേകതയാണ്. എലിവേഷന്റെ താഴെയാണ് ടോപ്പ് വ്യൂ വരിക. ഒന്നുകൂടി പറയാം, എലിവേഷന്റെ ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡ് വ്യൂ വരും, എലിവേഷന്റെ റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡ് വ്യൂ വരും, എലിവേഷന്റെ താഴെ ടോപ്പ് വ്യൂ വരും. സോ ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ടോപ്പ് വ്യൂവില് ഒരു സ്ക്വയർ ആണ് കിട്ടുക. അപ്പൊ അതും അവിടെ വരച്ചു. ഇനി റൈറ്റ് സൈഡ് വ്യൂ ആണ്. അവിടെ ഒരു ഈ റെക്ടാംഗിൾ ആണ് അവിടെ വരിക. അത് നമ്മൾ ഇവിടെ വരയ്ക്കുന്നു. എലിവേഷന്റെ ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡ് വ്യൂ. ഓക്കെ, അപ്പൊ ഇത് എലിവേഷൻ. ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ. റൈറ്റ് സൈഡ് വ്യൂ. ഇനി ഇതില് ബാക്കി കൂടി ചെയ്യണം. ഫ്രണ്ട് വ്യൂവില് ഒരു ആർക്ക് ഉണ്ട്, ഒരു സെമി സർക്കിൾ ഉണ്ട്. അതിന്റെ സെന്റർ ഇവിടെ നിന്ന് എഡ്ജിൽ സെന്റർ അറിയാൻ പറ്റും, അത് തന്നിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഡ്രോ ദി സെന്റർ ലൈൻ. സെന്റർ ലൈൻ ഇത് ത്രൂ ഔട്ട് ഞാൻ ഇങ്ങോട്ട് വരച്ചു, സെന്റർ ലൈൻ വരച്ചു. ഇനി അതിന്റെ ആർക്കിന്റെ സൈസ് തന്നിട്ടുണ്ടാവും. ആ ആർക്കിന്റെ സൈസ് അനുസരിച്ച് ഇവിടെ ഒരു ആർക്ക് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് എത്ര ലെങ്തിലേക്ക് ആ ആർക്ക് അല്ല ആ ഗ്രൂവ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ നേരെ താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ വരെയുള്ളൂ. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറിയിട്ടാണ് അത് നിൽക്കുന്നത്. ഈ രീതിയിലായിരിക്കും നമുക്ക് ടോപ്പിൽ കൂടി നോക്കുമ്പോൾ കിട്ടുക. ഇനി ഇതിന്റെ സൈഡ് വ്യൂ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പൊ നമ്മൾ വെറുതെ ഈ റെക്ടാംഗിൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, ഒരു സർക്കുലർ, ഒരു സെമി സർക്കുലർ സ്ലോട്ട് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് അവിടെ ഡോട്ടഡ് ലൈൻസ് ആണ് കാണിക്കുക. അപ്പൊ ഇവിടെ ഇതിന്റെ നേരെ ഈ ലൈൻ ഇത്ര അകലത്തിൽ അതിന്റെ നേരെ താഴേക്ക് എത്ര ഡെപ്തിലാന്ന് വെച്ചാല് അവിടെ ഡോട്ടഡ് ലൈൻസ് ഉണ്ട് ഇവിടെ വരെ. അത് ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്താൽ മതി, ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്താൽ മതി. ഇനി ഇതിന്റെ നേരെ ഇവിടെയും ഡോട്ടഡ് ലൈൻസ് കണ്ടോ. അപ്പൊ ഇത്രയും ഭാഗത്ത് ഒരു റെക്ടാംഗുലർ അല്ല, ഒരു സർക്കുലർ സ്ലോട്ട്. ഇനി ഈ ഭാഗം ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മായ്ച്ചു കളയാൻ ആവശ്യമുള്ളൂ. ഇവിടെ ഫുള്ളായിട്ട് വേണം, ബിക്കോസ് ഇവിടെ അടഞ്ഞാണ് നിൽക്കുന്നത്. സോ ഇത് ഇങ്ങനെ തന്നെ വേണം. ഓക്കെ, ഈ ഭാഗം മായ്ച്ചു കളഞ്ഞാൽ ത്രൂ ഹോള് അല്ലെങ്കിൽ ത്രൂ ആയിട്ടുള്ള ഒരു സ്ലോട്ടാണ് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇവിടെ ആണെങ്കിൽ ഈ എഡ്ജ് നമ്മൾ ഇവിടെ കാണും, ഈ എഡ്ജ് ഇവിടെ ഇല്ല, ഇവിടെ കർവാണ്. അപ്പൊ അതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ ഇങ്ങനെ വരും, ടോപ്പ് വ്യൂവിൽ ഇങ്ങനെ വരും, റൈറ്റ് സൈഡ് വ്യൂ നോക്കുമ്പോൾ ഈ രീതിയിൽ വരും. അപ്പൊ ഈ ഡിഫറൻസുകൾ ഈ 4 ഒബ്ജക്റ്റിലും വരുന്ന പല പല ഷേപ്പിലുള്ള ഹോള്, റെക്ടാംഗുലർ സ്ലോട്ട്, വി സ്ലോട്ട്, ട്രാപ്പിസോയിഡൽ സ്ലോട്ട്, സ്ക്വയർ ഹോള് എല്ലാം എങ്ങനെയാണ് വ്യൂസിൽ റെപ്രസെന്റ് ചെയ്യുക എന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫിഗേഴ്സ് വരച്ചിട്ട് അതിന്റെ വ്യൂസ് വരയ്ക്കാം. ക്ലിയർ?